സുവിശേഷ ഗീതികൾ പാടാ യേശുവിൻ സാക്ഷികളാകാ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാ യേശുവിൻ സാക്ഷികളാകാ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യവർഗത്തെ ദൈവവുമായി ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി യേശു ക്രൂശിൽ സഹിച്ച വേദനയാണ് നോമ്പ് ദിനങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. യേശു സ്വീകരിച്ച ക്രൂശ് സാത്താൻ്റെ മേലുള്ള വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമാണ്. വിജയത്തിൻ്റെയും പ്രത്യാശയുടെ അടയാളമായി കുരിശിനെ അംഗീകരിച്ചത് 4-ാം നൂറ്റാണ്ട് മുതലാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈനും ഇറ്റലിയിലെ ഭരണാധികാരിയായിരുന്ന മാക്സിൻഡിയാസും തമ്മിൽ AD 312 ഒക്ടോബർ 28 മിൽവിയൻ ബ്രിഡ്ജ് എന്ന സ്ഥലത്ത് വെച്ച് അതിരൂക്ഷമായ യുദ്ധം ഉണ്ടായി. യുദ്ധത്തെക്കുറിച്ചുള്ള ആകുല ചിന്തയിൽ കഴിഞ്ഞ കോൺസ്റ്റന്റൈന് കുരിശടയാളമായി സ്വീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ വിജയിക്കും എന്ന ഒരു ദർശനം ലഭിച്ചു. ക്രിസ്ത്യാനിയല്ലാത്ത ചക്രവർത്തി ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് കുരിശടയാളമായി ധരിച്ച് യുദ്ധം ചെയ്യുവാൻ പടയാളികൾക്ക് കൽപ്പന നൽകി. തുടർന്നുണ്ടായ യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ വിജയം പ്രാപിച്ചു. അന്നു മുതൽ റോമാ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും കുരിശ് വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായി സ്വീകരിച്ചു. അതുവരെയും കുരിശ് അതികഠിനമായ ശിക്ഷയുടെ അടയാളമായിട്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ കണ്ടിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം കുരിശിനെ ധ്യാനിക്കുവാൻ. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. മർക്കോസ് 8:34. ഇവിടെ യേശു തനിക്കുണ്ടാകുവാൻ പോകുന്ന കഷ്ടതയും തന്നെ അനുഗമിക്കുന്നവർക്കുണ്ടാകുവാൻ പോകുന്ന കഷ്ടതയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ക്രൂശ് കഷ്ടതയുടേത് മാത്രമല്ല, അതിനോടൊപ്പം ലഭിക്കുന്ന വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും മാർഗം കൂടിയാണ്. ക്രൂശ് പ്രത്യാശയുടെ അടയാളമായി തീർന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ക്രൂശ് പ്രത്യാശയുടെയും വിജയത്തിൻ്റെ അടയാളമാകുവാനുള്ള ഒന്നാമത്തെ കാരണം യേശു തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ക്രൂശ് എന്നതാണ്. പ്രായോഗിക തലത്തിൽ തനിക്ക് നടപ്പിലാക്കുവാൻ സാധിക്കാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുവാൻ കർത്താവ് തുനിഞ്ഞിരുന്നില്ല. സ്വയമായി ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുവാൻ ശ്രമിക്കുന്നവരെ കർത്താവ് വിമർശിച്ചു പറയുന്ന വാക്യമാണ് മത്തായി 23:3-4 വാക്യങ്ങൾ. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നതാണ് ക്രൂശിൻ്റെ മാർഗം. കൽപ്പനയുടെ ചുരുക്കമായി യേശു പറഞ്ഞു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തൻ്റെ അടുക്കൽ വന്ന ഏതു പാപിയെയും യേശു സ്നേഹിച്ചു. ഗെത്സമനി തോട്ടത്തിൽ വെച്ച് ഈ പാനപാത്രം എങ്കൽ നീക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശു പിന്നീട് പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന്. മർക്കോസ് 14:36. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്ന യാഥാർത്ഥ്യം കർത്താവ് തൻ്റെ ജീവിതത്തിൽ കൂടി തെളിയിച്ചു. ഈ യേശുവിനെ പിൻപറ്റുന്നതിന് തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കണം. എന്നെ അനുഗമിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും നന്മയും സമ്പത്തും ഒക്കെ ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല. എന്നാൽ കഷ്ടത സഹിക്കാതെ വിജയം ഉണ്ടാവില്ല. നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ്. യേശു തിരഞ്ഞെടുത്ത കഷ്ടതയുടെ മാർഗം മരണത്തിൻ്റെ മേലുള്ള അന്തിമ വിജയത്തിൻ്റെ മാർഗമായിരുന്നു. മരണത്തെ ജയിച്ച് 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റതിൽ കൂടി ക്രൂശിൻ്റെ മാർഗം വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും മാർഗമായി തീർന്നു. ക്രൂശ് വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും മാർഗമായി തീരുവാനുള്ള രണ്ടാമത്തെ കാരണം ക്രൂശ് നമ്മെ നിത്യജീവൻ്റെ അവകാശിയാക്കുന്നു എന്നതാണ്. ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവം സ്വീകരിച്ച മാർഗമാണ് ക്രൂശ്. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. മർക്കോസ് 8:35. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി
നന്മയെ ക്രൂശിക്കുകയും ദോഷകരമായ പ്രവൃത്തികളിലേക്ക് ചായുകയും ചെയ്യുന്ന പ്രവണതയാണ് എവിടെയും കാണുന്നത്. അങ്ങനെയാകുന്നത് ജീവിത നേട്ടമല്ല, അത് കോട്ടമാണ് എന്ന കർത്താവ് പഠിപ്പിച്ചത്. ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിച്ചാൽ അതിൻ്റെ സന്തോഷം ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും പ്രാപിപ്പാൻ കഴിയും. നിത്യജീവനെക്കുറിച്ചുള്ള ദർശനവും അത് പ്രാപിപ്പാനുള്ള ആവേശവുമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത. ക്രൂശിലൂടെ നൽകപ്പെട്ട ജീവിത ശൈലി മാത്രമേ നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുകയുള്ളൂ. യേശു ക്രൂശിൻ്റെ മാർഗം തിരഞ്ഞെടുത്തതിൽ കൂടി ക്രൂശ് നമുക്ക് പ്രത്യാശയുടെയും ജീവൻ്റെയും അടയാളമായി തീർന്നു. മാത്രമല്ല, ക്രൂശ് നമ്മെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നോമ്പിൻ്റെ ദിനങ്ങളിൽ ക്രൂശിനോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. കുറവുകളെ കണ്ടെത്തി അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കാം. ഒടുക്കം നിത്യജീവൻ്റെ അനുഭവത്തിൽ എന്നെന്നും കർത്താവിനോട് കൂടിയുള്ള നിത്യസന്തോഷത്തിൽ നമുക്കും പങ്കാളികളാകാം. കർത്താവെ, ക്രൂശിൽ വെളിപ്പെട്ട പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും അനുഭവം എന്നിലൂടെ ചുറ്റിലും പകർന്നു നൽകുവാൻ തക്കവണ്ണം എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം. സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. ആ ആ ആ സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. വചനം പരത്തുവാനായി നാഥന്റെ ദൗത്യവുമായി. വചനം പരത്തുവാനായി നാഥന്റെ ദൗത്യവുമായി. ലോകസീമാന്തങ്ങളോളം പോകാം, നമുക്കിന്നു പോകാം. ലോകസീമാ